രാജകുമാരിയെ പ്രണയിച്ച കൂലിപ്പണിക്കാരന്റെ മനോഹരമായിട്ടുള്ള കഥയുണ്ട്. മൊറോക്കയിലെ രാജാവായിരുന്നു അഹമ്മദ്. തന്റെ പ്രവിശാല സുന്ദരമായ രാജ്യത്ത് അമ്പലച്ചുംബയായ ഒരു പള്ളി പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. നാടുനീളെയുള്ള പണിക്കാരുടെയും നാട്ടുകാരുടെയും പരിശ്രമം കാരണം പണി തകൃതിയാകും. പള്ളി പണി കഴിഞ്ഞു. അന്ന് രാത്രി രാജകുമാരി അഹമ്മദ് രാജാവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്. പുതിയതായി പണി ചെയ്ത പള്ളിയിൽ ആദ്യം നിസ്കരിക്കുന്നത് ഞാനായിരിക്കണമെന്ന്. പള്ളിയിലുള്ള പണിക്കാരെയെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കി തന്റെ ഏക മകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം രാജാവ് ഒരുക്കി കൊടുക്കുകയാണ്. പക്ഷേ രാജകുമാരി നിസ്കരിക്കുന്ന സമയം ഒന്നും അറിയാതെ ഒരു പണിക്കാരൻ മാത്രം ആ പള്ളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതീവ സുന്ദരിയായ രാജകുമാരിയുടെ സൗന്ദര്യം കണ്ട് അവൻ ആ സൗന്ദര്യത്തിന്റെ അടിമയായി മാറി. അവന്റെ ചിന്തയിൽ അവൾ വന്നു നിറയാൻ തുടങ്ങി. അവന്റെ കൺമുന്നിൽ അവളുടെ കണ്ണുകൾ വന്നു നിറയാൻ തുടങ്ങി. അവളില്ലാത്ത ലോകം അവന് ചിന്തിക്കാൻ പോലും കഴിയാതെയായി. പൂർണ്ണമാവില്ലെന്ന് 100% ഉറപ്പുള്ള അവന്റെ പ്രണയം അവൻ വിഷാദത്തിലേക്ക് തള്ളിയിട്ടു. ഭക്ഷണങ്ങൾ അവന് ആവശ്യമില്ലാതായി. പാനീയങ്ങൾ അവൻ വെടിഞ്ഞു. അവളേക്കാൾ മറ്റൊന്നിനും അവന് മോഹമില്ലാതായി. അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവന്റെ ഉമ്മാക്ക് സങ്കടാവുന്നുണ്ട്. അവന്റെ ഉമ്മ ഗതികെട്ടിട്ട് രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജാവ് അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, എന്റെ മകളെ വിവാഹം ചെയ്തു തരാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ പുതിയതായി പണി ചെയ്ത് പള്ളിയിൽ വരുന്ന 40 ദിവസം നീ നിസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. രാജകുമാരിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ അവനെ അത് സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്നുണ്ട്. അന്ന് മുതൽ അവൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. 40 ദിവസമായിട്ടും തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരാതായപ്പോൾ രാജാവ് ഭടന്മാരെ പറഞ്ഞയച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രാജാവ് ചോദിക്കുന്നുണ്ട്, 40 ദിവസമായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞിരുന്നത്, പക്ഷേ 40 ദിവസം കഴിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് വരാത്തത് എന്ന്. അവൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ഈ ലോകത്ത് ഞാൻ ആദ്യമായി ആസ്വദിച്ച സൗന്ദര്യം അത് നിങ്ങളുടെ മകളുടേതായിരുന്നു. പക്ഷെ കഴിഞ്ഞ 40 ദിവസങ്ങളായിട്ട് രാത്രിയുടെ യാമങ്ങളില് എന്റെ ഹൃദയം മറ്റൊരു സൗന്ദര്യത്തെ ആസ്വദിച്ചു. ഇനി എനിക്ക് നിങ്ങളുടെ മകളെ ആവശ്യമില്ല. ഒരുപക്ഷെ അവൻ ആദ്യം ആസ്വദിച്ച സൗന്ദര്യം അവളുടേതായിരിക്കില്ല, ഇലാഹിലേക്ക് ചേർന്ന ആ നിസ്കാരത്തിൻ്റെതായിരിക്കും. ഹൃദയം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാല് നിസ്കാരത്തേക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നുമില്ല.